നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണേഷ്യയിൽ ഇപ്പോൾ വലിയ പ്രക്ഷുബ്ധതയുടെ സമയമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് US പ്രതിരോധ ഇൻ്റലിജൻസ് ഏജൻസി ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിട്ട് പൊട്ടിക്കുന്നതിനു മുന്നേ ആ വ്യാളിക്കിട്ടാണ് പിടയ്ക്കേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് ഇന്ത്യ എത്തി. പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു ഇരയെ അല്ല, എന്നാൽ ചൈനയെ ചിരിച്ചു കാണിക്കുന്ന ചതിയനാണ്. US രഹസ്യാന്വേഷണ ഏജൻസി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലുണ്ട് ചൈനയുടെ തനിക്കൊണം. ഇന്ത്യക്കെതിരെ വാളെടുക്കുന്ന പാകിസ്ഥാന് പിന്നിൽ കളിക്കുന്ന ചൈനയുടെ നെറികേട്. ഇന്ത്യ, പാകിസ്ഥാൻ രാജ്യങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ കണക്കാണ് US പുറത്തുവിട്ടത്. ഇരു രാജ്യങ്ങൾക്കും 170 വീതം ആണവായുധമുണ്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന് കൂടുതൽ ആണവായുധം നൽകിയത് ചൈനയാണെന്നും US രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയെ ഇന്ത്യ ഒന്നാമത്തെ എതിരാളിയായും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നമായുമാണ് കാണുന്നതെന്ന് US ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ 2025 വേൾഡ് വൈഡ് ത്രെറ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലും ചൈനയെ നേരിടുന്നതിലും ആഗോളതലത്തിൽ നേതൃത്വം കെട്ടിപ്പടുക്കുന്നതിലുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകുക എന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ പുറത്തെടുത്ത നാടകവും കൂടിയാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന് പാക് ഭരണകൂടം ഉറപ്പിച്ചിരുന്നു. ആദ്യ അടി സിന്ധു കരാർ മരവിപ്പ് ഇന്ത്യ കൊടുത്തതോടെ ആണവായുധം പുറത്തെടുക്കുമെന്ന് പാക് മന്ത്രിമാരുടെ കൊലവിളിയും നടന്നു. ഇതിനിടയിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ നിരന്തരം എടുത്തു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. 130 ആണവായുധങ്ങൾ പാകിസ്ഥാൻ കാണാൻ വച്ചിരിക്കുകയല്ല. പാക്കിൻ്റെ കയ്യിൽ 130 ആണവായുധങ്ങളെ ഉള്ളുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. ബാക്കി 40 എണ്ണത്തിൻ്റെ കണക്ക് പാകിസ്ഥാൻ വിഴുങ്ങിയിരിക്കുകയാണ്. ഇത് ചൈനയിൽ നിന്ന് എത്തിയതാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. പാകിസ്ഥാനേക്കാൾ ചൈനയെയാണ് ഇന്ത്യ ഭീഷണിയായി കാണേണ്ടത് എന്ന US റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചൈനയുടെ ആണവായുധ ശേഖരം 600 കടന്നുവെന്നും US ഏജൻസി പറയുന്നുണ്ട്. നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് പാകിസ്ഥാൻ ഇന്ത്യയെ കാണുന്നത്. എന്നാൽ ഇന്ത്യ ചൈനയെ പ്രധാന എതിരാളിയായും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നമായും കണക്കാക്കുന്നു എന്നാണ് ലോകവ്യാപക ഭീഷണി വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനയെ നേരിടുന്നതിലും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധ മുൻഗണനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് റിപ്പോർട്ട് പ്രവചിക്കുന്നു. മെയ് മാസത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ട ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായി മാത്രമാണ് ഇന്ത്യ കാണുന്നത്. ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോള നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് ഇന്ത്യയെ പാകിസ്ഥാൻ കാണുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. അതിനാൽ ഇന്ത്യയുടെ സൈനിക നേട്ടത്തെ മറികടക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള സൈനിക നവീകരണ ശ്രമങ്ങൾ അവർ തുടരും. പാകിസ്ഥാൻ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കുക കൂടിയാണ്. 2025 വരെ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമെന്നാണ് പറയുന്നത്. റഷ്യയുമായുള്ള ബന്ധം സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്രധാനമാണെന്ന് ഇന്ത്യ കരുതുന്നു. മോദിയുടെ കീഴിൽ ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങളുടെ വാങ്ങൽ കുറച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാനുള്ള സൈന്യത്തിൻ്റെ കഴിവിൻ്റെ നട്ടെല്ലായി വർത്തിക്കുന്ന റഷ്യൻ ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിയ ശേഖരം നിലനിർത്തുന്നതിന് ഇപ്പോഴും റഷ്യൻ സ്പെയർ പാർട്സിനെയാണ് ആശ്രയിക്കുന്നതെന്നും പറയുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കുകയാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കുകയാണ്. പാകിസ്ഥാന് ചൈനയിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം ലഭിക്കുന്നുണ്ടെന്നും പാകിസ്ഥാനും ചൈനയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ആണവായുധങ്ങൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് സ്വന്തമാക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ വഴിയാണ് ആയുധം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അയൽക്കാരുമായുള്ള അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾ തെഹരീക്കെ താലിബാന്റെയും
ബലൂച്ചി ദേശീയവാദികളുടെയും ആക്രമണങ്ങൾ, ആണവ ആധുനികവൽക്കരണം എന്നിവയ്ക്കായിരിക്കും പാക് സൈന്യം മുൻഗണന നൽകുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാന് ചൈനയിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം ലഭിക്കുന്നുണ്ടെന്നും ഇരു സേനകളും നിരവധി സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിതരണ ശൃംഖലയിലെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും സൈന്യത്തെ നവീകരിക്കുന്നതിനുമായി മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയെ ഇന്ത്യ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ സൈന്യത്തെ നവീകരിച്ചു. ആണവശേഷിയുള്ള അഗ്നി പ്രൈം MRBMൻ്റെയും അഗ്നി 5ൻ്റെയും പരീക്ഷണം നടത്തിയിരുന്നു. ആണവത്രയത്തെ ശക്തിപ്പെടുത്തുന്നതിനും എതിരാളികളെ തടയാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുമായി രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഇന്ത്യ കമ്മീഷൻ ചെയ്തുവെന്നും റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കി. ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോളതലത്തിൽ നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ട്. 2020 ഇന്ത്യ ചൈന സംഘർഷവും പിന്നാലെ കഴിഞ്ഞ വർഷം മേഖലയിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തിയെങ്കിലും ദീർഘകാലമായി തുടരുന്ന തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില പിരിമുറുക്കങ്ങൾ കുറച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം LACയിൽ ലൈൻ ഓഫ് ആക്ഷൻ കൺട്രോളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിവേഗം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനും അതിൻ്റെ തീവ്രവാദികൾക്കുമെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും DIA അതിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചു. പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയാണെന്ന് DIA അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ വിതരണക്കാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും പാകിസ്ഥാൻ സാധനങ്ങൾ വാങ്ങുന്നു. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ സാമ്പത്തികവും സൈനികവുമായ ഔദാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും പാക് സൈന്യം എല്ലാ വർഷവും ചൈനയുടെ PLAയുമായി സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുമുണ്ട്. ഇന്ത്യയുമായുള്ള സമീപകാല ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ F-17, J-10C തുടങ്ങിയ ചൈനീസ് യുദ്ധവിമാനങ്ങളും PL-15 മിസൈലുകളും ഉപയോഗിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഭവവികാസങ്ങൾ തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ഹീദർ നോവർട്ട് വ്യക്തമാക്കി. അമേരിക്ക വിഷയത്തെ കൃത്യമായി പിന്തുടരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായുള്ള ഇന്ത്യയും ചൈനയും നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കും. പ്രശ്നപരിഹാരത്തിന് ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതായും അവർ വ്യക്തമാക്കി. ചൈനയുടെ നയതന്ത്ര ഇടപെടലുകൾ തടസ്സമില്ലാതെ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ചൈനയുടെ വിദേശകാര്യ വക്താവ് ലു കാങ് വ്യക്തമാക്കിയിരുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള പ്രാരംഭ നടപടി എന്ന നിലയിൽ ഡോക്ലാമിൽ നിന്ന് ഇന്ത്യ സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു. ചൈന സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായാൽ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്ക് മുമ്പായി ഇരു രാജ്യങ്ങളുടെയും സൈന്യത്തെ മേഖലയിൽ നിന്ന് പിൻവലിക്കണം. വിഷയത്തിൽ ഭൂട്ടാൻ അടക്കം എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണെന്നും സുഷമ സ്വരാജ് രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.